Hello dears, welcome back to ISK Essay English. Dear friends, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതാനും ഓവർ യൂസ്ഡ് ഫ്രേസസ് അതുപോലെ തന്നെ അവയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ആണ്. അപ്പൊ എന്താണ് ഓവർ യൂസ്ഡ് ഫ്രേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്രേസസ്, അതിനാണ് ഓവർ യൂസ്ഡ് ഫ്രേസസ് എന്ന് പറയുന്നത്. അതിന്റെ അഡ്വാൻസ്ഡ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പുതിയ വേർഷൻ. നമ്മൾ എന്തായിക്കോട്ടെ, ഇപ്പൊ നമ്മൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പുതിയ വേർഷൻ ആകുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരം നേറ്റീവ് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ അവർ സംസാരിക്കുന്ന പോലെ തന്നെ നമ്മളെ സംസാരം ഫീൽ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് തോന്നണമെങ്കിൽ നമ്മൾ ഫ്ലുവൻ്റ് ആയ മാത്രം പോരാ, മതിയോ? നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രേസുകൾ അവരുപയോഗിക്കുന്ന ഫ്രേസുകളായിരിക്കണം. അപ്പൊ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ഫ്രേസുകൾ, അധികമൊന്നുമില്ല, ഒരു 4-5 ഫ്രേസുകളാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്രേസുകൾക്ക് പകരമായിട്ട് നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്രേസുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വളരെ തിരക്കാണെന്ന് നമ്മളെങ്ങനെ പറയാം? നമ്മൾ വളരെ തിരക്കാണ്. എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ വളരെ തിരക്കാന്ന് പറയാം? എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് പറയുന്ന ഒരു രീതി, അല്ലെങ്കിൽ നമ്മൾ വളരെ ഏറ്റവും ഓവർ യൂസ്ഡ് ആയിരിക്കുന്ന ഒരു ഫ്രേസാണ് ആം ബിസി അല്ലെ, ഞാൻ ബിസിയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആം ബിസി എന്നുള്ളത് ഒരു ഓവർ യൂസ്ഡ് ഫ്രേസാണ്. അപ്പൊ നമ്മളുടെ സംസാരം ഒരു നേറ്റീവ് സ്പീക്കറെ പോലെ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷുകാരനെ പോലെ, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരിയെ പോലെ ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് മാറ്റണം. എന്നിട്ട് ഇതിന്റെ അഡ്വാൻസ്ഡ് ഓൾട്ടർനേറ്റീവ് നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. എന്താണ് ഇതിന്റെ അഡ്വാൻസ്ഡ് ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. അപ്പൊ നോക്കൂ, ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ്. ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ്. ഇവിടെ ശ്രദ്ധിക്കാം, എന്താണ് പ്ലേറ്റ്? നമ്മൾ ഭക്ഷണം കഴിക്കാൻ എടുക്കുന്ന പാത്രം അല്ലെ, ആ പാത്രത്തിനാണല്ലോ നമ്മൾ പ്ലേറ്റ് എന്ന് പറയാം. അപ്പൊ എന്താ ഇവിടെ ഈ ഒരു പകരം ഉപയോഗിച്ച ഫ്രേസ് എന്താ? ഐ ഹാവ് എ ലോട്ട്, ധാരാളമുണ്ട്. ഐ ഹാവ് എ ലോട്ട്, ധാരാളമുണ്ട്. ഓൺ മൈ പ്ലേറ്റ്, എൻ്റെ പ്ലേറ്റിൽ. അതായത് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ പ്ലേറ്റിൽ ഒരുപാട് കഴിച്ചു തീർക്കാനുള്ള ഒരുപാട് ഭക്ഷണം. അപ്പൊ ഏതുപോലെ? അപ്പൊ ഇത് ഒരു കോമൺ ഫ്രേസാണ്. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഭക്ഷണം എന്നാണ് പ്ലേറ്റ് എന്നുള്ളത് സാധാരണ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നതാണെങ്കിലും നമ്മളുടെ സംഭാഷണത്തിൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം ഇത് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു കാര്യം ആ സമയത്ത് എന്തിനെ കുറിച്ചാണോ എന്താണോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ആ ഒരു കാര്യം എന്താണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വർക്കുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ നല്ല തിരക്കാണ്. അപ്പൊ ഇത് പറയുന്ന നമ്മൾ സാധാരണ ഓവർ യൂസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസാണ് ആം ബിസി. എന്നാൽ നമുക്ക് ഇന്ന് മുതൽ നമുക്കത് മാറ്റണം. ഇന്ന് മുതൽ ആം ബിസി നമ്മൾ മാറ്റണം. നമ്മൾ മാറ്റിയിട്ട് ഇന്ന് മുതൽ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യും. ഏത്? ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ്. അപ്പൊ ഒന്നാമത്തേത് ഐ ഹാവ് എ ലോട്ട് ഓൺ മൈ പ്ലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ ബിസിയാണ്. എൻ്റെ പ്ലേറ്റിൽ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മുൻപിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ വളരെ ബിസിയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഫ്രേസിൽ പോവാം. അതായത് നമുക്ക് സഹായം ആവശ്യമുണ്ട് എന്നുള്ളത്, ഹെൽപ്പ് ആവശ്യമുണ്ട് എന്നുള്ളത് സാധാരണ പറയുന്ന രീതി ഏതാ? സാധാരണ പറയുന്ന ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രേസാണ് എന്ത്? ഐ നീഡ് ഹെൽപ്പ്. എനിക്ക് സഹായം ആവശ്യമാണ്. ഐ നീഡ് ഹെൽപ്പ്, സഹായം എനിക്ക് ആവശ്യമാണ്.
എന്നാൽ മനസ്സിലാക്കിക്കോളാം, ഇതൊരു ഓവർ യൂസ്ഡ് ഫ്രേസ് ആണ്. നമ്മൾ വളരെ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ്. പക്ഷേ നമ്മൾ ഇത് ഒഴിവാക്കേണ്ടതാണ്. ഇതിന് ഒരു അഡ്വാൻസ്ഡ് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. രണ്ട് അഡ്വാൻസ്ഡ് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഒന്നാമത്തേത്, ഒരാളോട് നമ്മളെ സഹായിക്കണം, അല്ലെ, സഹായം ആവശ്യമുണ്ട് എന്ന് പറയാനുള്ള ഒന്നാമത്തെ ഐ നീഡ് ഹെൽപ്പ് മാറ്റിയിട്ട് നമ്മളൊന്ന് അഡ്വാൻസ്ഡ് ആവാം. ഓക്കെ അല്ലേ, ആവല്ലേ? അപ്പൊ ഒന്ന് അഡ്വാൻസ്ഡ് ആവും നമ്മൾ. ഒന്നാമത്തെ രീതിയാണ്. നമുക്ക് ചോദിക്കാം, കുഡ് യു ഗീവ് മീ എ ഹാൻഡ്? കുഡ് യു ഗീവ് മീ കുറച്ചുകൂടി പൊളൈറ്റായി. ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയുന്നതിലും കുറച്ചുകൂടി പൊളൈറ്റായി. ഇത് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന ആള് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. നമ്മൾ എങ്ങനെ പറഞ്ഞത്? കുഡ് യു ഗീവ് മീ എ ഹാൻഡ്? നിങ്ങൾ എനിക്കൊരു കൈ നൽകാമോ? ഒരു കൈ എന്ന് പറഞ്ഞാൽ ഒരു കൈ സഹായം. ഇപ്പൊ വേണമെങ്കിൽ എന്താവാം? കുഡ് യു ഗീവ് മീ എ ഹാൻഡ് വിത്ത് ദിസ് ഹെവി ബാഗ്? ഞാൻ ഇങ്ങനെ നിന്നിട്ട് വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബാഗ് പൊക്കാൻ ശ്രമിക്കാം, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ ഞാൻ ഒരാളോട് ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഏത് പറയണം? കുഡ് യു ഗീവ് മീ എ ഹാൻഡ് വിത്ത് ദിസ് ഹെവി ബാഗ്? ഈ ഹെവി ബാഗിൽ നിങ്ങൾ ഒന്ന് കൈ വെക്കാമോ? ഒന്ന് സഹായിക്കാമോ? ഈ ബാഗ് ഒന്ന് പൊക്കാൻ. കുഡ് യു ഹെൽപ്പ് മീ, അല്ലേ എന്ന് ചോദിക്കുന്ന പോലെ. അതിന് മറ്റൊരു രീതിയാണ് ഇത്. കുഡ് യു ഗീവ് മീ, ഹെൽപ്പ് മാറി കുഡ് യു ഗീവ് മീ എ ഹാൻഡ് വിത്ത് ദിസ് ഹെവി ബാഗ്? ഈ ഹെവി ബാഗ് ഒന്ന് പൊക്കാൻ ഒരു കൈ സഹായം ചെയ്യാമോ? ഇനി അതല്ലെങ്കിൽ മറ്റൊരു കാര്യമാണ്, എന്തോ ഒരു വിഷയം നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ പ്രയാസപ്പെട്ട് നിൽക്കാം. നമ്മളൊരാളോട് ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയുന്നതിന് പകരം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പറയാം. എങ്ങനെ? നേരത്തെ ഒരു ചെറിയ മാറ്റം, ഇത് രണ്ടാമത്തെ രീതിയാണ്. നമുക്ക് ചോദിക്കാം, കുഡ് യു അസിസ്റ്റ് മീ ഇൻ സോൾവിങ് ദ ഇഷ്യൂ? കുഡ് യു അസിസ്റ്റ് മീ ഇൻ സോൾവിങ് ദ ഇഷ്യൂ? ഈ ഇഷ്യൂ ഒന്ന് സോൾവ് ചെയ്യാൻ ഒന്ന് അസിസ്റ്റ് ചെയ്യോ? അസിസ്റ്റ് എന്ന വേർഡിന്റെ അർത്ഥം സഹായിക്കാനാണ്. അസിസ്റ്റന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ബാങ്കിൽ പോയി നമുക്ക് കാശ് വിഡ്രോ ചെയ്യണം. നമുക്ക് അവിടെ ഒരു ഫോം തന്നു, നമ്മളെ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അടുത്തൊരാൾ ഫില്ല് ചെയ്യാണ്, നമ്മൾ അയാളെ നോക്കിയിരിക്കുകയാണ്. നമ്മൾ അയാളോട് ചോദിക്കാം, അയാളെ കഴിഞ്ഞാൽ എങ്ങനെ അയാളോട് ചോദിക്കാം? കുഡ് യു അസിസ്റ്റ് മീ ഇൻ filling out this form? Could you assist me in filling out this form? ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? ഇനി മൂന്നാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് ഒരാള് ഒരു കാര്യം ചെയ്തു തരാൻ ആവശ്യപ്പെടുകയാണ്. അയാൾ പുതിയതായി വാങ്ങിയ മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാനാവാം, അല്ലെങ്കിൽ അയാൾ വാങ്ങിയ ഒരു വെഹിക്കിൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കാനാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി, എന്ത് ജോലി ആയിക്കോട്ടെ നമ്മളോട് ചെയ്തു തരാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷെ നമുക്ക് ആ ജോലി ചെയ്യാൻ അറിയില്ല, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്തു പറയും? ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം, അല്ലെ നമ്മൾ ഇത് പറയും. അപ്പൊ നമ്മൾ സാധാരണ ഓവർ യൂസ്ഡ് ആയിട്ട് ഇതിന് മറുപടി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ് ഇത്. ഐ വിൽ ട്രൈ ടു ഡു ഇറ്റ്. ഉറപ്പില്ല, ഞാനൊന്ന് നോക്കും, പക്ഷെ ഉറപ്പില്ല, ശരിയാവുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് ഓവർ യൂസ്ഡ് ഫ്രേസ് ആണ്. നമ്മൾ ഇത് മാറ്റിയിട്ട് അഡ്വാൻസ്ഡ് ഫ്രേസ് ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മളോടൊരാള് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അയാളോട് തിരിച്ചു പറയണം. എന്ത് തിരിച്ചു പറയണം? ഐ വിൽ ഗിവ് ഇറ്റ് എ ഗോ. ഞാനൊന്ന് നോക്കൂ. ഐ വിൽ ഗിവ് ഇറ്റ് എ ഗോ. ഐ വിൽ ഗിവ് ഇറ്റ് എ ഗോ. ഇതൊരു രീതിയാണ്. ഐ വിൽ ഗിവ് ഇറ്റ് എ ഗോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഉദാഹരണത്തിന് നമ്മളോടൊരു കാര്യം പറയാണ്. ഇപ്പൊ എന്നോടൊരാൾ പറയാണ് അല്പം പെയിന്റ് അടിച്ചു കൊടുക്കാൻ പറയാം.
ഞാൻ പെയിന്റിങ്ങിന് അത്ര ഗുഡൊന്നും അല്ല, പക്ഷെ നമ്മളോട് പെയിന്റ് അടിക്കാൻ പറയാണ്. നമ്മൾ എങ്ങനെ പറയാം? ഐ ആം നോട്ട് ഗുഡ് അറ്റ് പെയിന്റിങ്. ഐ ആം നോട്ട് ഗുഡ് അറ്റ് പെയിന്റിങ്. ഐ വിൽ ഗിവ് ഇറ്റ് എ ഗോ. ഐ ആം നോട്ട് ഗുഡ് അറ്റ് പെയിന്റിങ്. ഐ ആം നോട്ട് ഗുഡ് അറ്റ് പെയിന്റിങ്. പക്ഷെ എന്ത് ചെയ്യാം? ഐ വിൽ ഗിവ് ഇറ്റ് എ ഗോ. ഞാനൊന്ന് നോക്കും. നമ്മൾ ഗുഡ് അല്ല, ഉറപ്പ് കൊടുക്കുന്നില്ല, പക്ഷെ കാര്യം പറയുമ്പോൾ നമ്മൾ അത് റിജക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യാം? സഹായിക്കാന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ പറയുന്നത് നാലാമത്തെയാണ്. ഇപ്പോൾ എന്തൊരു കാര്യം എന്തൊന്നായിക്കോട്ടെ നമുക്കത് ബുദ്ധിമുട്ടാണ്. എന്തായിക്കോട്ടെ, എക്സാമിന് പ്രിപ്പയർ ചെയ്യലായിക്കോട്ടെ, എന്തൊരു കാര്യം ആയിക്കോട്ടെ നമുക്കത് ബുദ്ധിമുട്ടാണെന്ന് വെക്കാം. നമ്മൾ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ. ഇത് നമ്മൾ സാധാരണ പറയുന്നതാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻസ്ഡ് ഓൾട്ടർനേറ്റീവ് നിങ്ങൾക്ക് അറിയണ്ടേ? എന്നാ ശ്രദ്ധിച്ചോളൂ. ഇതിന്റെ അഡ്വാൻസ്ഡ് ഓൾട്ടർനേറ്റീവ് ആണ് എന്ത്? ഐ ആം സ്ട്രഗ്ലിംഗ്. ഐ ആം സ്ട്രഗ്ലിംഗ്. ഇനി എന്ത് കാര്യമാണെങ്കിൽ അത് പറയാൻ പറ്റും. ഇപ്പൊ ഒരു കുട്ടി ഹോംവർക്ക്, അവൻ ഇന്ന് ക്ലാസ്സിൽ നിന്നും ചെയ്യാൻ കൊടുത്ത ഹോംവർക്ക്, ആ ഹോംവർക്കിനെ കുറിച്ച് അവൻ സാധാ രീതിയിൽ പറയുകയാണെങ്കിൽ പറയും എന്ത്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ. ഇതെനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് പ്രയാസമാണ്. അഡ്വാൻസ്ഡ് എങ്ങനെ? അഡ്വാൻസ്ഡ് ആയിട്ട് എങ്ങനെ പറയാം? അഡ്വാൻസ്ഡ് ആയിട്ട് പറയുമ്പോൾ ഞാനാണെങ്കിൽ എങ്ങനെ പറയും? ഐ ആം സ്ട്രഗ്ലിംഗ് വിത്ത് മൈ ഹോംവർക്ക്. ഐ ആം സ്ട്രഗ്ലിംഗ് വിത്ത് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്കുമായിട്ട് കഷ്ടപ്പെടുന്നു. ഇനി അവളാണെങ്കിലോ, വേറൊരു കാര്യമാണെങ്കിൽ അവൾ അവളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ അവൾ കഷ്ടപ്പെടുകയാണ്. ചില ആളുകൾ, ചിലരുടെ മാരീഡ് ലൈഫ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ എങ്ങനെ പറയാം? ഷീ ഈസ് സ്ട്രഗ്ലിംഗ് ടു അഡ്ജസ്റ്റ് വിത്ത് ഹെർ ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞെടുത്ത് വിത്തായിരുന്നു. ഇവിടെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി സ്ട്രഗ്ലിങ്ങിന് ശേഷം ഞാൻ 2+V1 അതായത് 2 ഇൻഫിനിറ്റീവ് ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പൊ എങ്ങനെ വരിക? ഷീ ഈസ് സ്ട്രഗ്ലിംഗ് ടു അഡ്ജസ്റ്റ് വിത്ത് ഹെർ ലൈഫ്. ഷീ ഈസ് സ്ട്രഗ്ലിംഗ്. അവള് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാര്യത്തില്? ടു അഡ്ജസ്റ്റ് വിത്ത് ഹെർ ലൈഫ്. അഡ്ജസ്റ്റ് വിത്ത് ഹെർ ലൈഫ്. അവളുടെ ജീവിതവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, പൊരുത്തപ്പെടുന്ന കാര്യത്തിൽ. അപ്പൊ സാധാരണ രീതിയിൽ എങ്ങനെ പറയും? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു അഡ്ജസ്റ്റ് വിത്ത് മൈ ലൈഫ്. അതിൻ്റെ അഡ്വാൻസ്ഡ് ഓൾട്ടർനേറ്റീവ് ആണ് ഇത്. ഷീ ഈസ് സ്ട്രഗ്ലിംഗ് ടു അഡ്ജസ്റ്റ് വിത്ത് ഹെർ ലൈഫ്. അവളുടെ ലൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ, ഒത്തുപോവാൻ അവൾ കഷ്ടപ്പെടുന്നു. ഇനി അഞ്ചാമത്തെ ഓവർ യൂസ്ഡ് ഫ്രേസ് ആണ്. അതായത് ഒരാളോട് പെട്ടെന്നാവട്ടെ എങ്ങനെ പറയാം? എല്ലാവർക്കും അറിയണ്ടാവും, ഹെറിയം അല്ലേ? ഹെറിയം അല്ലെ? പെട്ടെന്നാവാം. ഇത് നമ്മൾ വളരെ ഉപയോഗിക്കുന്ന, അതാണ് ഓവർ യൂസ്ഡ് ഫ്രേസ് ആണ്. എന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഈ ഓവർ യൂസ്ഡ് ഫ്രേസിനും അഡ്വാൻസ്ഡ് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. എന്നാ കേൾക്കല്ലേ? ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അഡ്വാൻസ്ഡ് ഓൾട്ടർനേറ്റീവ്. അപ്പൊ ഒരാളോട് ഹറിയപ്പ് എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു നോക്കൂ. നിർബന്ധമായിട്ടും കേൾക്കുന്ന ആളുകളിൽ ഒരു മാറ്റം ഉണ്ടാവും. എന്താണ് നിങ്ങൾ പറയേണ്ടത്? കുഡ് യു സ്പീഡ് തിങ്സ് അപ്പ്. കുഡ് യു സ്പീഡ്. കാരണം ഇങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി പൊളൈറ്റ് ആവുന്നുണ്ട്. കുഡ് യു സ്പീഡ് തിങ്സ് അപ്പ്. കാര്യങ്ങൾ നിനക്ക് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ വേഗത്തിലാക്കിക്കൂടെ? കുഡ് യു സ്പീഡ് തിങ്സ് അപ്പ്. എന്ത് കാര്യമാണെങ്കിലും ഇവിടെ എന്താണോ അത് ചേർക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇത് ചോദിച്ചാൽ മതി. ഹറിയപ്പ് എന്ന് പറയുന്ന പോലെ കുഡ് യു സ്പീഡ് തിങ്സ് അപ്പ്. നിനക്ക് ഒന്ന് വേഗത്തിലാക്കിക്കൂടെ? ഇനി ഒരു ആൾട്ടർനേറ്റീവും കൂടി ഉണ്ട് ഇതിന്. എന്താണെന്നറിയോ? ലെറ്റ് us മൂവ് തിങ്സ് അലോങ്. ലെറ്റ് us മൂവ്. കാരണം ഇവിടെ നമ്മൾ കൂടി സപ്പോർട്ട് കൊടുക്കുകയാണ് ഹറിയപ്പ് പറയുന്നതിന് പകരം. കാരണം ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട. അതായത് എങ്ങോട്ട് പോവായിക്കോട്ടെ. അപ്പോൾ എന്ത് ചെയ്യാണ്? കാര്യങ്ങൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ധൃതി വെക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ പറയാണ് ലെറ്റ് us മൂവ് തിങ്സ് അലോങ്. നമുക്ക് ഒരുമിച്ചിട്ട് പെട്ടെന്നാക്കാം. ലെറ്റ് us മൂവ്. നമുക്കാവാം.
ലെറ്റ് us മൂവ് തിങ്സ് along. നമുക്ക് പെട്ടെന്ന് ആക്കാം. അപ്പൊ നമ്മൾ ഹറി അപ്പ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടി പൊളൈറ്റ് ആണ് ഈ രീതിയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള 5 എക്സ്പ്രഷൻസ്, 5 ഫ്രേസസ്, ആ 5 ഫ്രേസസിന്റെ അഡ്വാൻസ്ഡ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം നേറ്റീവ് സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവർക്ക് തോന്നാൻ ഈ ഒരു ചേഞ്ചസ് ഒന്ന് വരുത്തി നോക്കും. നിർബന്ധമായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.